18 വയസ്സായ ഒരു ആണിന് അവൻ എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കും. പക്ഷെ അവന് ഒരു വിലയില്ല എന്നുള്ളത് അവന് മാത്രമേ തിരിച്ചറിയാത്തതുള്ളൂ. അവൻ ഒരു സ്ട്രഗിളിങ് പീരീഡിലായിരിക്കും. പക്ഷെ ഒരു 18 വയസ്സായ ഒരു പെണ്ണിന് നല്ല വിലയായിരിക്കും. കാരണം അവരുടെ മുതലെന്ന് പറയുന്നത് അവളുടെ പ്രജ്ഞസ് മാത്രമാണ്. പക്ഷെ ഒരു 36 വയസ്സായ ഒരു പെണ്ണിന് ഒരു വിലയുണ്ടാവില്ല. കാരണം അപ്പോഴേക്കും അവളുടെ പ്രജ്ഞസ് ഒക്കെ പോയിട്ടുണ്ടാവും. വെറും ഒരു വിൽപ്പന ചരക്ക് മാത്രമായിരിക്കും അവള്. പക്ഷെ ഒരു 36 വയസ്സായ ഒരു ആണിന് നല്ല വിലയായിരിക്കും. കാരണം അപ്പോഴേക്കും അവൻ്റെ പണം ഉണ്ടാവും, പവറും ഉണ്ടാവും. ആ പണവും പവറും നിങ്ങൾ 36 വയസ്സാകുമ്പോഴേക്കും ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വെറും വട്ടപൂജ്യമായിരിക്കും. അതോറിറ്റി ഒരു സെക്സി ഫീല് തന്നെയാണ്. അവിടെ ഒരു പേടി എന്തായാലും ഉണ്ടാവും. ഇത് ഡാഡി ഇഷ്യൂ എന്ന് ചെറുതാക്കരുത്. ഇതൊരു പവർ കാലിബ്രേഷൻ തന്നെയാണ്. ഒരു ബോയ് ഫ്രണ്ട് സ്റ്റേജിൽ ഒരു സ്ത്രീ ഈഗോ ബിൽഡ് ചെയ്യും. പക്ഷെ മാരേജ് സ്റ്റേജിൽ ഒരു സ്ത്രീ ഈഗോ സറണ്ടർ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യിക്കണം. 10 ഏജിലുള്ള ബോയ് അവളെ എന്തായാലും സന്തോഷിപ്പിക്കും. പക്ഷെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു മാൻ അവളെ എന്തായാലും നിശബ്ദയാക്കും അല്ലെങ്കിൽ ആക്കണം. ആണുങ്ങളുടെ ഒരു ശ്രദ്ധയ്ക്ക് 21 വയസ്സായ പെൺകുട്ടി 70 വയസ്സായ കിളവനെ കെട്ടി. 19 വയസ്സായ പെണ്ണ് 31 വയസ്സായ യുവാവിനെ കെട്ടി. ജെൻസി പെൺകുട്ടികൾക്ക് എല്ലാവർക്കും പ്രായം കൂടിയ ആണുങ്ങളോടാണ് താല്പര്യം. എന്താ കാരണം? ഈ പ്രായം കൂടിയ ആണുങ്ങളെ കല്യാണം കഴിക്കുന്നത് അത് പ്രണയം കൊണ്ടായിരിക്കില്ല, അതൊരു ഫിയർ കൊണ്ടായിരിക്കും. പ്യുവർ